ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്. AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് മണ്ടൻ യന്ത്രമായ കമ്പ്യൂട്ടറിന് തലച്ചോർ നൽകുന്നത് പോലെയാണ്. സ്വയം പഠിക്കാനും ചിന്തിക്കാനും ഉചിതമായ തീരുമാനങ്ങളെടുക്കാനും AIക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്നുണ്ടാകുന്നതും നാളെ ഉണ്ടാകാനിരിക്കുന്നതുമായ പല കണ്ടെത്തലുകളിലും AIയുടെ അദൃശ്യകരങ്ങൾ നമുക്ക് കാണാം. 2024 പല സുപ്രധാന കണ്ടുപിടുത്തങ്ങളിലേക്ക് വരുമ്പോഴും ഹീറോ AI തന്നെയാണ്. പല കാലങ്ങളിൽ നാം ഭാവനയിൽ മാത്രം കണ്ട കാര്യങ്ങൾ AI അഥവാ നിർമ്മിത ബുദ്ധി യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞു. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയും അല്ലാതെയും കഴിഞ്ഞ വർഷം ലോകത്തുണ്ടായ നിർണായക കണ്ടുപിടുത്തങ്ങളാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പങ്കുവയ്ക്കുന്നത്. 2024 പ്രധാനമായ ഒരു കണ്ടെത്തലാണ് ആകാശത്ത് നിന്ന് ജലമെടുക്കുന്ന വിദ്യ. അന്തരീക്ഷത്തിൽ കോടിക്കണക്കിന് ലിറ്റർ വെള്ളമുണ്ട്. പക്ഷേ ഭൂമിയിൽ പലയിടത്തും വരൾച്ച ഒഴിഞ്ഞൊരു നേരവുമില്ല. ഇതിനൊരു പരിഹാരമെന്നോണം രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്കൻ കമ്പനിയായ അക്വോറിയ. അന്തരീക്ഷത്തിൽ നിന്ന് വായു വലിച്ചെടുത്ത് പലതരം ഫിൽറ്ററുകളിലൂടെ കടത്തിവിട്ട് അതിലെ ജലാംശം വേർതിരിച്ചെടുക്കുകയും അതിനെ ശുദ്ധീകരിക്കുകയുമാണ് ഇതിലെ സൂത്രം. 2024 മറ്റൊരു പ്രധാന കണ്ടെത്തലാണ് പ്രകാശത്തിലൂടെ ഇൻ്റർനെറ്റ് എന്നത്. ഓപ്റ്റിക് ഫൈബർ ഇല്ലാതെ പ്രകാശരശ്മികളുടെ സഹായത്തോടെ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്ന സൂത്രമാണിത്. ലോകത്ത് ഇനിയും ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടാത്ത ഏതാണ്ട് 260 കോടി ജനങ്ങൾക്ക് ഇൻ്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആൽഫാബെറ്റ് കമ്പനിയുടെ സ്വതന്ത്ര ഡിവിഷനായ X വികസിപ്പിച്ചതാണ് താര എന്ന് പേരിട്ട ഈ പദ്ധതി. സെക്കൻഡിൽ 20 GB സ്പീഡിൽ 20-ലേറെ കിലോമീറ്റർ ദൂരേക്ക് പ്രകാശത്തിലൂടെ ഇൻ്റർനെറ്റ് എത്തിക്കാൻ ഇതിനാകും. ഇനി മറ്റൊന്നാണ് കെട്ടിടങ്ങൾ തണുപ്പിക്കുന്ന വിദ്യ. തീ പിടിക്കാത്തതും ചൂട് പിടിക്കാത്തതുമായ മേൽക്കൂരകളും ചുമരുകളുമുള്ള കെട്ടിടങ്ങൾ. അതാണ് അമേരിക്കൻ കമ്പനിയായ നാനോ ടെക്കിൻ്റെ ഏറ്റവും പുതിയ കണ്ടെത്തൽ. ഇൻസുലേറ്റീവ് സെറാമിക് പാർട്ടിക്കിൾ എന്ന പ്രത്യേകതരം പൊടി ചേർത്ത മേച്ചിലോടുകളും റെഡിമെയ്ഡ് ചുമരുകളുമൊക്കെയാണ് ഇതിന് സഹായിക്കുന്നത്. അതിനു പുറമെ കൂൾ റൂഫ് കോട്ട് എന്ന പ്രത്യേകതരം പെയിൻറ്റിങ്ങും വൈൽഡ് ഫയർ ഷീൽഡ് എന്ന കോട്ടിങ്ങുമൊക്കെയുണ്ട് ഇതിന്. തീ പിടിക്കാതെ ചൂട് അരിച്ചിറങ്ങാതെ കെട്ടിടങ്ങളെയും താമസക്കാരെയും കാക്കുന്ന രക്ഷകരാണ് ഇവ. ഭൂമിക്ക് ചുമയോ? അനവധി ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നുണ്ടെങ്കിലും ഭൂമിയുടെയും ഭൗമ അന്തരീക്ഷത്തിൻ്റെയും ആരോഗ്യം അളക്കാൻ കെൽപ്പുള്ളവ തീരെ കുറവാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മീഥെയ്ൻ, കാർബൺ ഡയോക്സൈഡ് എന്നീ ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ പുറന്തള്ളൽ അളക്കാൻ GHSSAT എന്ന ബഹുരാഷ്ട്ര സ്ഥാപനമുണ്ടാക്കിയ ഒരുപറ്റം ഉപഗ്രഹങ്ങൾ ഇന്ന് ഈ ജോലി ചെയ്യുന്നു. കണ്ണാടി TVയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കണ്ടാൽ ചതുരത്തിലുള്ള ഒരു ഗ്ലാസ് കഷ്ണം. പക്ഷേ ഓണാക്കിയാൽ സിനിമയും കാർട്ടൂണുമൊക്കെ കാണാം. അതാണ് LG കമ്പനി കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ സുതാര്യമായ സിഗ്നേച്ചർ OLED TV. 77 ഇഞ്ചാണ് ഇതിൻ്റെ വലിപ്പം. 4K മികവിൽ വീഡിയോകൾ കാണാൻ കഴിയുന്ന TVയിൽ മികച്ച ഓഡിയോ ഉൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങളുമുണ്ട്. ഡെലിവറി ബോയ് ട്രോൺ 2024 മറ്റൊരു കണ്ടെത്തലാണിത്. ഓൺലൈനിലൂടെ ഓർഡർ ചെയ്ത ഭക്ഷണവും മറ്റ് സാധനങ്ങളുമെല്ലാം ഇനി ട്രോണിലായിരിക്കും വീട്ടിലെത്തുക. ഗൂഗിളിൻ്റെ കീഴിലുള്ള ബിങ് എന്ന
കമ്പനി വീട്ടിൽ സാധനങ്ങൾ എത്തിക്കുന്ന ഡ്രോണുകളുടെ നിർമ്മാണം വ്യാപകമായി തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അമേരിക്കയിലെ ഡള്ളാസിൽ കഴിഞ്ഞ വർഷം ആദ്യം തന്നെ 60,000-ഓളം ഓർഡറുകൾ ഡ്രോൺ ഉപയോഗിച്ച് വിജയകരമായി ഡെലിവറി ചെയ്തിരുന്നു. സോഫ്റ്റ്വെയർ സഹായത്തോടെ നമ്മൾ നൽകിയ ഡെലിവറി ലൊക്കേഷനിൽ സാധനം എത്തിച്ച ശേഷം മടങ്ങുന്ന രീതിയിലാണ് ഇവയുടെ ഡിസൈൻ. പന്ത് പോലൊരു ക്യാമറയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? യുദ്ധമേഖലയിൽ ശത്രുവിൻ്റെ ക്യാമ്പുകളും അക്രമികൾ ഒളിച്ചിരിക്കുന്ന കെട്ടിടവുമെല്ലാം നിരീക്ഷിക്കാൻ മുതൽ പ്രകൃതി ദുരന്തങ്ങളിൽ കുടുങ്ങിപ്പോയവരെ കണ്ടെത്താൻ വരെ സഹായിക്കുന്ന ഒരു ഉഗ്രൻ ഉപകരണമാണ് പിറ്റ് വൈപ്പർ 360. ആദ്യ കാഴ്ചയിൽ ഒരു ക്രിക്കറ്റ് പന്ത് പോലെ തോന്നുമെങ്കിലും 6 ചെറു തെർമൽ ക്യാമറകൾ ഘടിപ്പിച്ച ഒരു ഉപകരണമാണിത്. വേണ്ട സ്ഥലത്തേക്ക് ഇത് ഉരുട്ടിവിടുകയേ വേണ്ടൂ. അവിടുത്തെ മുഴുവൻ ദൃശ്യങ്ങളും 360 ഡിഗ്രിയിൽ സ്ക്രീനിൽ കാണാം. പെട്ടെന്ന് കേടുപാടുകൾ ഉണ്ടാകാത്ത ഈ ക്യാമറ നിർമ്മിച്ചത് അമേരിക്കൻ കമ്പനിയായ ബൗൺസ് ഇമേജാണ്. മറ്റൊരു കൗതുകം കേട്ടോളൂ. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സർജന് കൃത്യസമയത്ത് ഉപകരണങ്ങൾ കിട്ടിയില്ലെങ്കിൽ എന്തു സംഭവിക്കും? രോഗിയുടെ ജീവൻ തന്നെ ചിലപ്പോൾ അപകടത്തിലായേക്കാം. ചെറുതും വലുതുമായ നിരവധി ഉപകരണങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കൃത്യമായി ക്രമീകരിച്ചാണ് സാധാരണയായി ഓപ്പറേഷൻ നടക്കുക. ഓരോ സർജൻ്റെയും രീതികൾക്കും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലും വ്യത്യാസമുണ്ടാവും. ഓരോ സർജനും പറ്റിയ രീതിയിൽ ഉപകരണങ്ങൾ ക്രമീകരിച്ചു വയ്ക്കാൻ സഹായികളെ സഹായിക്കുന്ന സോഫ്റ്റ്വെയറാണ് എക്സ്പീരിയൻസ് എക്സ്. ഒരു ഹെഡ്ലൈറ്റ് അണിഞ്ഞാൽ ശസ്ത്രക്രിയയിലുടനീളം ഓരോന്നും എവിടെയൊക്കെ ആയിരിക്കണമെന്ന് ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയിലൂടെ കാട്ടിത്തരാൻ അതിന് കഴിയും. വേഗം ഉറങ്ങണോ? അതിനൊരു പുതിയ സൂത്രം 2024 കണ്ടെത്തുകയുണ്ടായി. കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം കിട്ടാത്തവർക്കുള്ള ഉപകരണമാണ് മൂൺ ബെഡ്. കയ്യിലൊതുങ്ങുന്ന ഈ ചെറു ഉപകരണം ചുരുങ്ങുന്നതിനനുസരിച്ച് ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും വികസിക്കുന്നതിനനുസരിച്ച് ശ്വാസം പുറത്തേക്ക് വിടുകയും വേണം. ഒരേ വേഗത്തിൽ ഇതിങ്ങനെ തുടരുമ്പോൾ ഉറക്കമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആരും ഉറക്കത്തിലേക്ക് വഴുതി വീഴും. ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന സ്ക്രീനുകളൊന്നും മൂൺ ബെഡിനില്ല എന്നതും അതിൻ്റെ പ്രത്യേകതയാണ്. ചുരുങ്ങിയ ചെലവിലൊരു കൃത്രിമ ഹൃദയം. ഇതും 2024 കണ്ടെത്തലാണ്. ഹൃദയവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെ തുടർന്ന് എത്ര ആളുകളാണ് ലോകത്തെമ്പാടും മരിക്കുന്നത്? തകരാറായ ഹൃദയം മാറ്റിവെക്കാൻ കഴിയുമെങ്കിലും മറ്റൊരു ഹൃദയം കിട്ടുക എന്നത് വലിയ വെല്ലുവിളിയാണ്. എന്നാൽ യഥാർത്ഥ ഹൃദയത്തിന് പകരം ചുരുങ്ങിയ ചെലവിൽ കൃത്രിമ ഹൃദയം വയ്ക്കാൻ കഴിഞ്ഞാലോ? അത്തരമൊരു ഹൃദയം നിർമ്മിച്ചിരിക്കുകയാണ് കാലിഫോർണിയയിലെ ബൈബാക്കർ എന്ന കമ്പനി. ഇതിനോടകം 3 രോഗികളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഹൃദയം വെച്ചിട്ടുണ്ട്. 2020 ഗൂഗിളിൻ്റെ ഡീപ് മൈൻഡ് അവതരിപ്പിച്ച AlphaFold 2 എന്ന AI മോഡലിന് പ്രോട്ടീനുകളുടെ എല്ലാം ഘടന പറഞ്ഞു തരാനുള്ള കഴിവുണ്ട്. ഇതിൻ്റെ അപ്ഗ്രേഡഡ് പതിപ്പായ AlphaFold 3 കഴിഞ്ഞ വർഷം രംഗത്തെത്തി. പ്രോട്ടീനുകൾ DNA-യുമായും മറ്റ് തന്മാത്രകളുമായും എങ്ങനെ ഇടപെടുന്നു എന്ന് പ്രവചിക്കാൻ ഇതിനാവും. വളരെ വേഗത്തിൽ പുതിയ മരുന്നുകൾ നിർമ്മിക്കാൻ ഈ കണ്ടുപിടുത്തം സഹായകരമാകും. മുമ്പ് നടന്ന ശസ്ത്രക്രിയകളിൽ നിന്നുള്ള അറിവുകൾ ഏതൊരു സർജനും മുതൽക്കൂട്ടാണ്. മുമ്പ് ചെയ്ത സർജറികൾ പരിശോധിച്ച് എവിടെയൊക്കെ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു തരാൻ ഒരു സംവിധാനം ഉണ്ടെങ്കിലോ കുറ്റമറ്റ ഓപ്പറേഷനുകൾ നടത്താനും ഓപ്പറേഷന് ശേഷം രോഗികളെ പരിചരിക്കുന്നതിനുമൊക്കെ എളുപ്പമുണ്ടാകും. ഇത്തരം വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന പോർട്ടലാണ് അമേരിക്കൻ കമ്പനിയായ അസെൻസസ്. റോബോട്ടിക് സർജറി പുതുമയുള്ള കാര്യമല്ല. എന്നാൽ ഡോക്ടർമാരുടെ ആംഗ്യത്തിനനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ചെറിയ യന്ത്രക്കൈ കൊണ്ട് മൈക്രോ സർജറികൾ നടത്തുന്നൊരു
റോബോട്ടിനെ സൃഷ്ടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം അമേരിക്കൻ കമ്പനിയായ MMI. റോബോട്ടുമായി ബന്ധിപ്പിച്ച ഒരു ഉപകരണം ഡോക്ടർ കയ്യിൽ വെച്ചാൽ മാത്രം മതി. അത് ചലിപ്പിക്കുന്നതിനനുസരിച്ച് റോബോട്ടിൻ്റെ കൈകളും ചലിച്ചു തുടങ്ങും. ഒരു ഹെഡ്സെറ്റ് വെച്ചാൽ രോഗിയുടെ ശരീരത്തിലെ ഓപ്പറേഷൻ ചെയ്യുന്ന ഭാഗം വ്യക്തമായി കാണാനും ഡോക്ടർക്ക് കഴിയും. സിമാനി എന്ന് പേരിട്ട ഈ റോബോട്ട് കഴിഞ്ഞ ഏപ്രിലിലാണ് പുറത്തിറങ്ങിയത്. രോഗം കണ്ടെത്താനും നിർമ്മിത ബുദ്ധി. ലക്ഷണങ്ങളൊന്നും പുറത്തു കാട്ടാതെ പതുങ്ങിയിരുന്ന് വഷളാകുന്ന ചില രോഗങ്ങളുണ്ട്. ചികിത്സ കൊണ്ട് ഫലമുണ്ടാകാത്ത ഘട്ടത്തിലാവും നമ്മളത് തിരിച്ചറിയുക. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നിർമ്മിത ബുദ്ധിയുടെ സഹായം തേടാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇസ്രയേലിലെ നാനോക്സ് AI. ഇടയ്ക്ക് നടത്തുന്ന പതിവ് രോഗപരിശോധനകളുടെ ഭാഗമായി എടുത്ത CT സ്കാൻ ഫലങ്ങൾ വിശദമായി പഠിച്ചാണ് ഈ AI സൂത്രവിദ്യ രോഗ ആരംഭത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടെത്തുന്നത്. ഹൃദയം, എല്ലുകൾ, കരൾ എന്നിവയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഇതിനാവും. ഓഫീസ് ജോലിക്കും റോബോട്ട്. കഴിഞ്ഞ വർഷം കണ്ടെത്തിയതാണ് ഇങ്ങനെയുള്ള ഹ്യൂമനോയിഡ് റോബോട്ടിനെ. മനുഷ്യരെ പോലെ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്ന റോബോട്ടുകളെ നിർമ്മിച്ചിരിക്കുകയാണ് അമേരിക്കയിലെ അഗ്ലിറ്റി റോബോട്ട്സ് കമ്പനി. ഡിജിറ്റ് എന്ന് പേരിട്ട ഈ റോബോട്ടുകളെ നിലവിൽ ഒരു ലോജിസ്റ്റിക് കമ്പനിയിൽ സാധനങ്ങൾ അടുക്കി വയ്ക്കാനും കൺവെയർ ബെൽറ്റിന് മുകളിലേക്ക് വയ്ക്കാനുമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യന് ലഭിക്കുന്ന ശമ്പളമാണ് ലോജിസ്റ്റിക് കമ്പനി ഈ റോബോട്ടിന് നൽകുക. പക്ഷേ ഈ തുക വാങ്ങുന്നത് നിർമ്മാതാക്കളായ എജിലിറ്റി ആണെന്ന് മാത്രം. ഈ വർഷം തന്നെ മനുഷ്യർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന റോബോട്ടുകളെ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഈ കമ്പനി. ഇനി കഠിന അധ്വാനിയായ റോബോട്ടുമുണ്ട്. മനുഷ്യൻ്റെ ശരീരഘടനയോട് സാദൃശ്യമുള്ള ഹ്യൂമനോയിഡ് റോബോട്ടുകളാണ് അമേരിക്കൻ കമ്പനിയായ ഫിംഗർ AIയുടെ ഫിംഗർ 2. കഴിഞ്ഞ വർഷത്തെ മികച്ച കണ്ടുപിടുത്തങ്ങളിലൊന്നായ ഇത് AI സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നു. BMW കാർ നിർമ്മാണത്തിൽ തൊഴിലാളികൾക്ക് പകരമായി ഇത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞു. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ സ്വയം കാര്യങ്ങൾ പഠിച്ച് കൂടുതൽ നന്നാവാൻ ഈ റോബോട്ടിന് കഴിയുമത്രേ. വരും ദിവസങ്ങളിൽ കൂടുതൽ തൊഴിൽ മേഖലകളിൽ ഈ റോബോട്ടിനെ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. വിത്ത് നടുന്നത് മുതൽ വിളവെടുത്ത് വിൽപ്പന നടത്തുന്നത് വരെയുള്ള കർഷകരുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്ന ചാറ്റ് ബോട്ടാണ് ഡാർലി. വാട്സാപ്പിലും മറ്റ് മെസ്സേജിംഗ് ആപ്പുകളിലും പ്രവർത്തിക്കുന്ന ഈ ബോട്ടിനോട് കൃഷിയെക്കുറിച്ചുള്ള ഏത് സംശയവും നമുക്ക് ചോദിക്കാം. ഞൊടിയിടയിൽ കൃത്യമായ ഉത്തരം കിട്ടും. ഇപ്പോൾ 27 ഭാഷകളിൽ ഉത്തരം പറയാൻ ഡാർലിക്ക് കഴിയും. അമേരിക്കൻ കമ്പനിയായ ഫാമർ ലൈനാണ് ഈ ചാറ്റ് ബോട്ടിന് പിന്നിൽ. 2024 പ്രധാന കണ്ടെത്തലുകളിൽ ഒന്നാണ് കർഷകർക്കായുള്ള ഈ ചാറ്റ് ബോട്ട്. 2024 പ്രധാന കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു. അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ. ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.